അപ്പോൾ എൻ്റെ പുറകിലായി കാണുന്നതാണ് ഒരു കോംപ്ലക്സ്, ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഇവിടെ പല രാജ്യങ്ങളുടെയും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അടുത്ത് തന്നെയാണ്. നമ്മുടെ ഋഷക്കാരൻ ഇവിടെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നു. അതായത് ഇവിടെ എൻ്റെ നേരെ കണ്ണ് ബുദ്ധസ്തൂപമുണ്ട്, പിന്നെ അതിന് മുന്നിലായിട്ടൊരു വാട്ടർ ഫ്രണ്ടും ഉണ്ട്. ഒരു റിവറാണ്, അതിലൂടെ ബോട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫ്രാൻസ് കുറേ രാജ്യങ്ങളുടെയൊക്കെ ഇത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് നടന്നു പോയാൽ ഈ സ്റ്റെയർ കേസൊക്കെ കയറി ഇറങ്ങി ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാമെന്ന് കരുതി. ഇല്ല വെച്ചാൽ നമ്മൾ അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് പോകണേ. ചുറ്റിക്കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും കുറേ സമയം, നമുക്കാണെങ്കിൽ അത്ര സമയമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോട്ട് പോയേ ഇതിലൂടെ. കുറേ പിള്ളേർ ഇവിടെ വന്നിട്ട് അവർക്ക് ബൈക്ക് കൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണോ അകത്ത് വന്നത്? എന്തായാലും കൊള്ളാം. ഇവിടെ കണ്ടില്ലേ നേപ്പാളിൻ്റെ ഫ്ലാഗ് ഉണ്ട്, വലിയൊരു ഫ്ലാഗാണേ. പിന്നെ രണ്ട് സൈഡും 2 ബ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെ നടന്ന് കയറി അപ്പുറത്തോട്ട് ഇറങ്ങാൻ. ആർച്ച് ബ്രിഡ്ജാണ്. പിന്നെ ആ 2 സൈഡും ഒരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ജസ്റ്റ് ഒരു വാച്ച് ടവർ പോലെ എന്തെങ്കിലും ആയിരിക്കണം. ബോട്ട് വരുന്നുണ്ട്, നല്ല സ്പീഡിലാണ് വരുന്നത്. അതും കൂടി എടുക്കാം. ആ ബോട്ടിൻ്റെ കാഴ്ച കൂടി എടുക്കാം. നല്ല സ്പീഡിലാണല്ലോ വരുന്നത്. നല്ല രസമുണ്ടല്ലേ ആ ബോട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ, പാലത്തിനടിയിലൂടെ. അതങ്ങ് നേരെ അതുവരെ ഉണ്ട് ബോട്ടിങ്. അതുപോലെ തന്നെ ഈ പുഴ അങ്ങ് കുറേ ദൂരമുണ്ട്, 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും മിനിമം. നമുക്കെന്തായാലും ഈ പാലത്തിലൂടെ കയറിയിട്ട് അപ്പുറത്തെത്തി എന്താ കാഴ്ചകൾ നോക്കാം. പിന്നെ പാലത്തിൽ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസും എടുക്കാം. അങ്ങ് ദൂരെ നിന്ന് 2 ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പാലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ റോഡിലൂടെ വന്നപ്പം ഒരുപാട് മൊണാസ്ട്രീസ് ചുറ്റും ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതെവിടെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്, അത് കാണാം. പിന്നെ അങ്ങോട്ടൊരു കുട്ടി ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? എല്ലാവരുടെയും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക. ഒരെവിടെയും പൂർത്തിയായിട്ടില്ല. ഇത് കണ്ടില്ലേ, പൊടിയാണ്, അത്രയ്ക്ക് പൊടിയാണ്. ആ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് ഈ ഭാഗം മൊത്തം. അങ്ങ് പുറകിലായിട്ട് 2 ബുദ്ധ സ്റ്റാച്ചു കാണാം കേട്ടോ. കുട്ടിയുടെ അങ്ങനെ നിൽക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും. ഇവിടെ വേറൊരു മൊനാസ്ട്രിയുടെ ഭാഗവും കാണാൻ പറ്റും നമുക്ക്. എല്ലാം ഒരേ കോംപ്ലക്സിലാണ് കേട്ടോ. ആഹാ, എന്ത് ഭംഗിയല്ലേ ഈ ഒരു ലൊക്കേഷൻ കാണാൻ. ഈ ഒരു വശത്തൂടെ പോണെങ്കിൽ വേറൊരു പാർലമെൻറ്റ് മന്ദിരം പോലെ വേറൊരു മന്ദിരമുണ്ട്. അങ്ങോട്ട് ആ കുഞ്ഞു ബുദ്ധൻ്റെ ശില്പമുണ്ട്. ഇവിടെ വേറൊരു മൊണാസ്ട്രി, അവിടെയും വേറൊരു ടെമ്പിൾ. ഇതങ്ങനെ ഒരുപാട് ടെമ്പിൾ കോംപ്ലക്സുകൾ അടങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് മൊണാസ്ട്രീസും ടെമ്പിളുകളൊക്കെ കണ്ട് മതിയാവും. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഈ കാണുന്നതും കൂടി നമ്മൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഈ ഗ്രൗണ്ടിലൊക്കെ കുറേ രുദ്രാക്ഷമാണെന്ന് പറഞ്ഞ് പെറുക്കി. കുറച്ച് രുദ്രാക്ഷം പോലെയുണ്ട്, പക്ഷെ ഇത് മണക്കുമ്പോൾ എൽദിക്കായ പോലെ. ഇതെന്താ സാധനമെന്ന് ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട്.
കണ്ടുപിടിച്ചു കേട്ടോ, നേപ്പാളിലെ എൽദിപ്പഴം മരം. അതിൽ 2-3 കായകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും എൽദിപ്പഴം തന്നെ ആവാനാണ് സാധ്യത. പക്ഷെ വലിയ വലിയ കുരുവാണേ. ആളുടെ വണ്ടീൻ്റെ സെറ്റപ്പ് നോക്കിയാൽ അടിപൊളി കേട്ടോ. അതായത് നമ്മൾ സൈക്കിൾ റിക്ഷയില്ലേ, അതിനങ്ങനെ ഇലക്ട്രിക് ആയിരിക്കുക. ജുഗാഡ് എന്നൊക്കെ ഹിന്ദിയിൽ പറയും, അതുപോലെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇതെല്ലാം ബാറ്ററിയിൽ ഓടുന്നതാണ്. സൈക്കിൾ ടയറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി വിലയുള്ളത്. പിന്നെ ഡിസ്കൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ചെറിയ 2 മീറ്റർ ഉണ്ട്. ഇതുണ്ടല്ലേ ബൈക്കിലൊക്കെ ഉള്ള പോലെ ചാവിയും ഗ്ലാസ്സൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. എന്തായാലും ആൾക്ക് ഇത് ഒറ്റയ്ക്ക് തള്ളാൻ പറ്റില്ല. ഞാൻ ഒന്ന് തള്ളി കൊടുക്കണേ, കയറണ്ടേ. നല്ല സുഖമുണ്ടല്ലേ ഇരിക്കാൻ. തായക്ഷേത്രം കാണാണ്ട് പോവാന്ന് വിചാരിച്ചു. ഇയാൾ പറഞ്ഞു തായക്ഷേത്രം തുറന്നിട്ട് അവിടെ പോയി കണ്ടിട്ട് പോകാൻ നന്നായിരിക്കുന്നൊക്കെ. എന്താണോ ഭാഗത്ത്, എന്തായാലും പോയി നോക്കാമല്ലേ. ഇവിടം വരെ വന്നല്ലേ. ഇതാ തായ് മൊണാസ്ട്രി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കേട്ടോ അകത്ത്. അങ്ങ് മുന്നിൽ കാണാണ് തായ് മൊണാസ്ട്രി. എന്തായാലും കുറേ പേര് പോയിട്ടുണ്ട്. തായ് മൊണാസ്ട്രിയുടെ എൻട്രൻസിൽ തന്നെയാണ്. അവിടെ കുറേ സ്നാക്സുകൾ വെച്ചിട്ടുണ്ട്, അച്ചപ്പം അങ്ങനെയൊക്കെയാണ്. ഇവിടെ നോക്കിക്കേ, നല്ല രീതിക്ക് ഒരു മാനിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല മാനിൻ്റെ ഷേപ്പിൽ ചെടി വരും. ഇതുണ്ട്, താഴെ ചെടി വളർത്താൻ വിട്ടുണ്ട്. അടിപൊളിയല്ലേ ഇതിൻ്റെ ഐഡിയ. വശങ്ങളിൽ പറ്റിപ്പിടിച്ച് കയറുന്ന ക്രീപ്പർ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ മരങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പശുവിൻ്റെ മാനിൻ്റെയൊക്കെ സ്ട്രക്ചർ. ഇതേ ആന, കുതിര, എല്ലാ മൃഗങ്ങളുടെയും ഉണ്ട് കേട്ടോ. അടിപൊളി. ഫുള്ള് വൈറ്റിലാട്ടോ ഇവർ കൊടുത്തിരിക്കുന്നത്. ഷൂസ് അഴിച്ച് വെച്ചിട്ട് നേരെ തായ് മൊണാസ്ട്രിയിൽ കയറി നോക്കണേ എന്തൊക്കെയുണ്ടെന്ന്. ഇവിടെ എല്ലാവിടെയും നായുണ്ട്, സൂക്ഷിക്കുക, ഡേഞ്ചർ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നായ്ക്കളിനൊക്കെ വളർത്താൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ഇതാണ് ഇവിടെ നിന്ന് നോക്കിയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കയറി ഇറങ്ങുന്നത്. സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഗോപുരങ്ങളാണ്. പിന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് നടുക്ക്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മേൽക്കൂരകളാകട്ടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. എല്ലാം ഗോൾഡിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ആർഭാടകരമായിട്ട് തന്നെയാണ് തായ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അതൊക്കെ ഗോൾഡ് കേട്ടോ. ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ കാണാം. ഈ വശത്തായിട്ട് അവരുടെ മാറ്റുകളും അതുപോലെ തന്നെ ട്രഡീഷണലായ കുറേ ഉപകരണങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയും. ഇവിടുത്തെ ചാലുകളിലൊക്കെ ഉരുളൻ കല്ലുകളായിരുന്നു. അതിനെയൊക്കെ പെറുക്കി അവർ പൊക്കിയെടുത്ത് മാറ്റി. അപ്പോൾ നമ്മളെ ഇവിടെ ഒരു ഗേറ്റിൽ കൊണ്ട് ഇറക്കിയിട്ട് പറഞ്ഞു ഇവിടെയാണ് മായാദേവി ക്ഷേത്രവും ചെറിയ കുട്ടി ബുദ്ധനും പിന്നെ പീപ്പിൾമാരും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. 400 രൂപ വർത്തിയാണെങ്കിലും 400 രൂപ ഇന്ത്യൻ മണിയല്ലേ പറഞ്ഞത്. ഇന്ത്യൻ മണിയാണ് 400, നേപ്പാളി മണിയാണ് 600 രൂപയാണ്. കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും കൊടുക്കുക തന്നെ, വേറെ വഴിയില്ല അല്ലേ. കിതനാവോ അജി? वही 450 इंडिया को दे दीजिए. नेपाली मनी? नेपाली 700. नहीं 600 है. नेपाली मनी 600. 600 चार नहीं वो. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോട്ടിങ്ങിന് പോകണം. പോയി വരാൻ 100 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ അതെന്തായാലും ഒന്ന് എടുക്കാമെന്ന് കരുതി. പിച്ചക്കാരാട്ടോ, നമ്മൾ പൈസ കൊടുത്ത് മതിയാവും. അപ്പോൾ നമ്മൾക്കുള്ള ബോട്ട് വരണം. അതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് ഒരു വഴി അതുവരെ അറ്റം വരെ പോകാൻ 50 രൂപയാണ്. പിന്നെ തിരിച്ചു വരാൻ 50, അങ്ങനെ 100 രൂപ ഒരാൾക്ക്. ഇവിടെ കൊണ്ട് തിരിച്ചിറക്കുന്ന പറഞ്ഞേ. ഇതൊന്ന് കയറി നോക്കാം അല്ലേ. ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്കെന്തായാലും കയറാവേ. എല്ലാവരും ചാടി കയറി നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ 2 പേരുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളകുന്നുണ്ടല്ലോ.
എല്ലാവരും ഒരു സൈഡിലേക്ക് ഇരിക്കുന്നുണ്ട്. ചരിയോ? ഒരു ഹോണ്ടയുടെ എൻജിൻ വെച്ചിട്ടുണ്ട്, അടിപൊളി കേട്ടോ. അത് എന്തായാലും പറക്കും പോവും. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമ്മളെല്ലാവരും കയറി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ബോട്ടുകൾ സഞ്ചരിക്കുന്ന തടാകം കൃത്രിമമായിട്ട് നിർമ്മിച്ചാണ്. ഇതിനറ്റത്തായിട്ടാണ് മായാദേവി ടെമ്പിൾ, അതായത് ബുദ്ധൻ ജനിച്ച സ്ഥലമൊക്കെ വരുന്നത് ഇതിനറ്റത്ത് ആയിട്ടാണ്. അറ്റത്ത് വലിയൊരു വട്ടത്തിന് നടുക്ക് ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലത്താണ് അതുള്ളത്. അതല്ലേ നമുക്ക് അടുത്ത വീഡിയോയിലാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ തടാകത്തിലൂടെ നേർരേഖയിൽ ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഓരോരോ രാജ്യങ്ങളുടെയും ഡൈനാസ്റ്റീസും മൊണാസ്ട്രീസും എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഇത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ടൂറിസത്തിന് മാത്രമല്ല. ഇതിൽ ഒരുപാട് പേര് ഇങ്ങനെ സഞ്ചരിച്ച് ആ മൊണാസ്ട്രിയിലെല്ലാം പോയി കാഴ്ചകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ഒരു സംവിധാനം കൂടിയാണ് കേട്ടോ ഇത്. അറ്റം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ബോട്ട് തനിയെ തിരിക്കുന്നു. തിരിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചു പോകണേ. ഇതേ ബോട്ടിൽ തന്നെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. നമ്മളങ്ങനെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകണേ. ഈ വണ്ടി ഇപ്പോൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ തിരിച്ചു. ജസ്റ്റ് ഇതുവരെ ലാസ്റ്റ് എൻട്രൻസ് ഗേറ്റിൽ ഈ ബോട്ടിൽ തന്നെ വന്നാൽ എല്ലാവരും എത്താം കേട്ടോ. അതാണ് മെയിൻ കാര്യം. നേരെ പോകുന്ന ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേരെ പോകണമെങ്കിൽ നേരെ പോയിട്ട് അവിടെ പോയി തിരിച്ചിറക്കും നമ്മളെ. ഇനി അവിടെ കണ്ടിട്ട് നമുക്ക് മായാദേവി ടെമ്പിളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് ഹോട്ടലിലോട്ട് പോകാനാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കിപ്പോണേ. ആകെ നേപ്പാളിൽ വന്നിട്ട് ചിലവില്ലാതെ ചുരുങ്ങിയ ചിലവിൽ പോയ ഒരു യാത്ര ചിലപ്പോൾ ഈ ബോട്ടിംഗ് ആയിരിക്കും. ഇനി മുന്നിലോട്ട് കുറേ കാഴ്ചകളുണ്ട്, അതെല്ലാം കാണിച്ചേ.